മെജോറിറ്റി ആൾക്കാർ പറയുന്ന ഒരു സംഗതിയാണ് ക്വാളിറ്റി 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 എന്നുള്ളത്, അല്ലെ? ഇത് പറഞ്ഞു കേട്ട് കസ്റ്റമേഴ്സ് തഴമ്പിച്ചിട്ട് ചെവിന്റെ ഉള്ളിൽ കയറിയ ഒരു ക്ലീഷേ സാധനമാണ് ക്വാളിറ്റി. സർ, ഇത് നമ്മളുടെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. അത്യാവശ്യം മൂവ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റ് ആണ് സർ. മിക്കവാറും സെയിൽസുകാർ പറയുന്നൊരു സംഗതിയാണ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്, മൂവ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ മിക്കവാറും പറയാറുണ്ട്. എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും ഈ ക്വാളിറ്റി അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് കേട്ട് കസ്റ്റമേഴ്സ് ശരിക്ക് തഴമ്പിച്ചിട്ടാണ് ഉള്ളത്. കാരണം അവർ എല്ലാ സ്ഥലത്തും ഏത് ഷോപ്സിൽ പോയാലും കേൾക്കുന്നത് ക്വാളിറ്റി മൂവിങ് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ വേർഡിനെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സെയിൽസുകാർ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. അത് പ്രത്യേകിച്ച് കസ്റ്റമേഴ്സിന് അത് കേൾക്കാനും അല്ലെങ്കിൽ പുതിയൊരു വാക്ക് അല്ലെങ്കിൽ പൊതുവിൽ എല്ലാ സ്ഥലത്തും പോകുന്നതിനേക്കാൾ ഒരു നല്ലൊരു വാക്ക് ഉപയോഗിക്കുന്ന ഒരു സെയിൽസുകാരെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമേഴ്സ് അട്രാക്റ്റഡ് ആവും. ഇപ്പൊ ഒരു കാര്യം പറയണം സർ, ഇത് നമ്മുടെ ഒരു പ്രീമിയം ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പ്രീമിയം ഡ്യൂറബിൾ എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു വാക്കുകളാണ്. കാരണം ഈ പ്രൊഡക്റ്റ് വളരെ പ്രീമിയം ആണ്, അതേസമയം തന്നെ ഇതൊരു ഡ്യൂറബിൾ ആണ് എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ സർ, ഇതൊരു സുപ്പീരിയർ പെർഫോമൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. മെജോറിറ്റി ഇലക്ട്രീഷ്യൻസും കോൺട്രാക്ടേഴ്സും അതുപോലെ തന്നെ ബിൽഡേഴ്സ് ഒക്കെ കൊണ്ടുപോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം ഇത് നല്ല സുപ്പീരിയർ പെർഫോമൻസ് ആണ്, പെട്ടെന്നൊന്നും മാറ്റേണ്ടതായിട്ട് വരില്ല, ലോങ് ലാസ്റ്റിംഗ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ക്ലിയർ? അതുപോലെ തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് റീപ്ലേസ്മെന്റ് ഒക്കെ വളരെ കുറവാണ്. കാരണം ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അതുകൊണ്ട് റീപ്ലേസ്മെന്റോ റിപ്പയറോ ഒന്നും പൊതുവിൽ വരില്ല. സാർ 2, 3, 4, 5 വർഷത്തേക്ക് ഉപയോഗിച്ചാലും ഒരു രീതിയിലുള്ള പ്രോബ്ലംസും വരില്ല. റിപ്പയർ കുറവാണ്, റീപ്ലേസ്മെന്റ് കുറവാണ് എന്നുള്ള ലെവലിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രീമിയം ഡ്യൂറബിൾ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പ്രീമിയം ബിൽഡ് ആണെന്ന് പറയാം. കാരണം ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി നോക്കിയാലും സ്വിച്ചിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ വളരെ പ്രീമിയം ബിൽഡ് ആണ്. കാരണം ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ എന്താണ് ശരിക്കും വെറുതെ നമ്മൾ മൂവിംഗ് പ്രൊഡക്റ്റ് എന്നുള്ളതിലുപരി നമ്മൾ അതിനെ കൃത്യമായിട്ട് ആ കസ്റ്റമേഴ്സിന്റെ കേൾക്കാനല്ല, കസ്റ്റമേഴ്സിന്റെ മനസ്സ് വായിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സംഗതികളാണ് പ്രീമിയം ഡ്യൂറബിൾ. അതുപോലെ തന്നെ റീപ്ലേസ്മെന്റ് വളരെ കുറവാണ്, അതുപോലെ തന്നെ റിപ്പയർ കാര്യങ്ങളൊക്കെ കുറവാണ്, ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്, മോസ്റ്റ്ലി കോൺട്രാക്ടേഴ്സും ബിൽഡേഴ്സും ഒക്കെ കൊണ്ടുപോകുന്ന പ്രൊഡക്റ്റ് ആണ് എന്നുള്ള രീതിയിലും സുപ്പീരിയർ പെർഫോമൻസ് ഉള്ള പ്രൊഡക്റ്റ് ആണ് എന്നുള്ള ലെവലിലേക്ക് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ സെയിൽസിന്റെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്ത് കസ്റ്റമേഴ്സിന്റെ ബ്രെയിന് ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് പ്രൊഫഷണൽ ആണെന്ന് തോന്നും. സെയിൽസിലേക്ക് അവർക്ക്, അല്ലെങ്കിൽ നിങ്ങളൊരു സെയിൽസ് ചെയ്യാണ് എന്നല്ല തോന്നുക, നിങ്ങളൊരു കൺസൾട്ടന്റ് ആണ് എന്നുള്ളൊരു ഫീൽ ആ കസ്റ്റമറിന് കിട്ടും. അത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ സെയിൽ കൂട്ടും, അത് റെക്കമെൻഡേഷൻ കൂട്ടും. അവര് പല സ്ഥലങ്ങളിലും പോയിട്ട് പറയും അവിടെയുള്ള ബിൽഡർ കേരളത്തെ ഓരോ സെയിൽസുകാരനും വളരെ ബ്രില്യൻ്റ് ആണ്, അവരൊക്കെ ഒരു കൺസൾട്ടന്റ് മോഡലാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എന്ന ഒരു മൗത്ത് പബ്ലിസിറ്റി നമ്മുടെ മാർക്കറ്റിലേക്ക് പോവുകയും നമ്മുടെ കമ്പനി അടുത്ത ലെവലിലേക്ക് കയറുകയും ചെയ്യും. കാരണം കമ്പനിയുടെ മുഴുവൻ വളർച്ചയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സെയിൽസുകാരിലൂടെയാണ്. സെയിൽസുകാർ ബ്രില്യൻ്റ് ആയിട്ട് ആ ഫ്ലോർ ഹാൻഡിൽ ചെയ്താൽ, സെയിൽസുകാർ ആയിട്ട് കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്താൽ ആ റെപ്യൂട്ടേഷൻ കമ്പനിയിലേക്ക് വരികയും കമ്പനിയുടെ സെയിൽസ് കൂടുകയും കമ്പനി ഓവറോൾ ഡെവലപ്പ് ആവുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. സോ വാക്കുകളും സെന്റൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗിക്കുക. നല്ല കസ്റ്റമേഴ്സിന്റെ അടുത്ത്, നല്ല കസ്റ്റമർ എന്ന് പറയുമ്പോൾ ആ കസ്റ്റമറെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ വാക്കുകളും നമ്മുടെ അവരെ ചിന്തകൾ ഉദ്ദീപിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? സോ ഫോളോ ഇറ്റ് ആൻഡ് മേക്ക് മോർ സെയിൽസ്. ബൈ.